നിങ്ങളുടെ പുഷപ്പ് കൗണ്ട് പെട്ടെന്ന് കൂട്ടാൻ ബുദ്ധിമുട്ടാണോ? അല്ലെങ്കിൽ ഒരു പുഷപ്പ് പോലും ചെയ്യാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നെഞ്ചും തോളും കൈയിലെ ട്രൈസെപ്സും വയറിലെ കോർ മസിലുമെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഒരാൾക്ക് എത്ര പുഷപ്പ് ചെയ്യാൻ പറ്റും എന്നത് അയാളുടെ ശരീരത്തിൻ്റെ മുകളിലെ ഭാഗത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്നതിൻ്റെ ഒരു അളവായി കണക്കാക്കുന്നത്. പോലീസിലൊക്കെ ഫിസിക്കൽ ടെസ്റ്റിന് പുഷപ്പ് വെക്കുന്നത് അതുകൊണ്ടാണ്. പുഷപ്പ് ചെയ്യാൻ വേറെ ഒരു എക്യുപ്മെൻറ്റും വേണ്ട, വീട്ടിലിരുന്നും നമുക്കിത് ചെയ്യാം. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് 10 കാര്യങ്ങൾ പറയാം. ഇതുപയോഗിച്ച് എൻ്റെ പുഷപ്പുകളുടെ എണ്ണം 5 മുതൽ 10 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ആദ്യത്തെ കാര്യം, പുഷപ്പ് ശരിയായിട്ട് ചെയ്യുക, അതായത് പ്രോപ്പർ ഫോമിൽ ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഒരുപാട് പേർ തെറ്റായിട്ടാണിത് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് വയറിലെ മസിലുകൾ ടൈറ്റാക്കാറില്ല എന്നതാണ്. അതുകൊണ്ട് നടു വളഞ്ഞു പോകും. ഇത് കാരണം നടുവേദന വരാനും എക്സർസൈസ് കൂടുതൽ എളുപ്പമാക്കാനും അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാക്കാനും സാധ്യതയുണ്ട്. നമ്മൾ വരുത്തുന്ന മറ്റൊരു വലിയ തെറ്റാണ് കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് ഒരുപാട് അകട്ടിവെക്കുന്നത്. ശരിക്കും കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് ഏകദേശം 45 ഡിഗ്രി അകലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. തുടക്കക്കാർക്ക് പറ്റുന്ന മറ്റൊരു അബദ്ധമാണ് കൈകൾ വളരെ അടുപ്പിച്ചു വെച്ച് ചെയ്യുന്നത്. ഇത് ട്രൈസെപ്സിന് നല്ല വർക്കൗട്ടാണെങ്കിലും കൂടുതൽ പുഷപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. നിങ്ങൾ കൈകൾ വയ്ക്കുന്ന സ്ഥാനം മാറ്റുന്നത് നല്ലതാണ്. കൈകൾ അകറ്റി വയ്ക്കുമ്പോൾ നെഞ്ചിനാണ് കൂടുതൽ വർക്കൗട്ട് കിട്ടുക, അടുപ്പിച്ചു വെച്ചാൽ ട്രൈസെപ്സിനും. അതുപോലെ കാലുകൾ ഉയർത്തിവെച്ച് ചെയ്യുന്ന ഡിക്ലൈൻ പുഷപ്സ് കൂടുതൽ കഠിനമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പുഷപ്പ് കറക്റ്റായി ചെയ്യേണ്ടത്? ആദ്യം കൈകൾ ഷോൾഡറിനേക്കാൾ കുറച്ചുകൂടി അകറ്റി ചെറുതായി പുറത്തേക്ക് തിരിച്ച് നിലത്ത് വയ്ക്കുക. എന്നിട്ട് കാലിൻ്റെ വിരലുകൾ നിലത്ത് ഉറപ്പിച്ച് നിങ്ങളുടെ ബാക്കും അരക്കെട്ടും തലയും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ വയറിലെ മസിലുകൾ ഉള്ളിലേക്ക് വലിച്ച് ടൈറ്റാക്കി പുഷപ്പ് പൊസിഷനിൽ നിൽക്കുക. ശേഷം കൈമുട്ടുകൾ വളച്ച് നെഞ്ച് നിലത്തിന് തൊട്ടടുത്ത് വരെ താഴ്ത്തുക. അവസാനം കൈമുട്ടുകൾ നേരെയാക്കി ശരീരം മുകളിലേക്ക് ഉയർത്തുക. ഇതിനായി നിങ്ങൾ പുഷപ്പ് ചെയ്യുന്നത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ആ വീഡിയോ കാണുമ്പോൾ നടു വളയുന്നത് പോലുള്ള എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് സ്വയം മനസ്സിലാക്കാനും തിരുത്താനും സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല, എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ് ശരീരഭാരം കുറയ്ക്കുക. ജിംനാസ്റ്റുകൾക്കും മറ്റും ശരീരഭാരം കുറവായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ശരീരഭാരം കുറഞ്ഞ അളവിൽ മാത്രമേ ഉയർത്തേണ്ടി വരുന്നുള്ളൂ. പുഷപ്പുകളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ഒരു പഠനമനുസരിച്ച് ഒരു സാധാരണ പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ 64% ഭാഗം ഉയർത്തേണ്ടി വരും. അതായത് 90 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ഏകദേശം 57 കിലോഗ്രാം ഭാരമാണ് ഉയർത്തേണ്ടി വരുന്നത്. അപ്പോൾ ഭാരം കുറയുന്നതിനനുസരിച്ച് പുഷപ്പുകൾ എളുപ്പമാകും. പുഷപ്പ് കൗണ്ട് കൂട്ടാൻ ഭാരം കുറയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെയാണ് ജീവിതത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില ഭാരങ്ങളും. പോൺ, മാസ്റ്റർബേഷൻ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുമ്പോൾ അത് മാറ്റിയെടുത്ത് മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസമുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പുഷപ്പ് ചെയ്യുന്നത് പോലെ ഒരു പ്രോഗ്രാമും ഡിസിപ്ലിനും ഇല്ലായിരുന്നെങ്കിൽ എനിക്കെൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റില്ലായിരുന്നു. എന്നെപ്പോലെ ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത്. കഴിഞ്ഞ 6 വർഷമായി ഞാൻ പഠിച്ചതും 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചതുമായ എൻ്റെ പ്രോഗ്രാം സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ഈ പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ എല്ലാ അറിവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അഡിക്ഷനുകൾ മറികടക്കേണ്ടത്, അതിനായി മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ സജ്ജമാക്കണം എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായ വഴികാട്ടലുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കും. ഇത് വെറുമൊരു ഫിറ്റ്നസ് പ്രോഗ്രാം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു പുതിയ തുടക്കം നൽകുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തുവന്ന് കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമായ ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്കിത് സഹായകമാകും. നമ്മൾ ചെയ്യുന്ന ഓരോ പുഷപ്പും നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്നതുപോലെ ഈ പ്രോഗ്രാമിലെ ഓരോ ഘട്ടവും നിങ്ങളുടെ ജീവിതത്തിന് കരുത്തു നൽകും. കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനും സന്തോഷത്തോടെ ജീവിക്കാനും ഇത് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സഹായം വേണമെങ്കിൽ എൻ്റെ ഈ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനും താഴെ ഡിസ്ക്രിപ്ഷനിലോ
പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി തുടക്കക്കാർക്കും മുതിർന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുട്ടുകുത്തിയും കൈകൾ ഉയരമുള്ള സ്ഥലത്തുവച്ചും പുഷപ്പ് ചെയ്യുന്നത്. മുട്ടുകുത്തി ചെയ്യുമ്പോൾ ശരീരഭാരത്തിന്റെ 49% മാത്രമേ ഉയർത്തേണ്ടി വരുന്നുള്ളൂ. അതുപോലെ കൈകൾ ഉയരമുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോൾ അത് 41% വരെ കുറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധാരണ പുഷപ്പ് പോലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ 2 രീതിയിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിലത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ബെഞ്ചിലോ മേശയിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ കൈകൾ വെച്ച് തുടങ്ങുക. ഉയരം കൂടുന്തോറും എളുപ്പമായിരിക്കും. പതിയെ പതിയെ ഉയരം കുറച്ച് നിലത്ത് ചെയ്യാൻ പരിശീലിക്കുക. കൂടുതൽ പുഷപ്പുകൾ ചെയ്യാൻ മറ്റൊരു വഴിയാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. അതായത് പതിയെ പതിയെ നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന പ്രഷർ കൂട്ടുക. ഉദാഹരണത്തിന് നിങ്ങൾ 4 സെറ്റുകളിൽ 10 പുഷപ്പുകൾ വീതമാണ് ചെയ്യുന്നത് എങ്കിൽ അടുത്ത തവണ 4 സെറ്റുകളിൽ 11 പുഷപ്പുകൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 5 സെറ്റുകളിൽ 10 പുഷപ്പുകൾ വീതം ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മസിലുകൾക്ക് കൂടുതൽ ബലം കിട്ടാനും വളരാനും സഹായിക്കും. ജിമ്മിൽ പോയി ഭാരമുയർത്തുന്നതും പുഷപ്പുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഭാരമുയർത്തുന്നതുവഴി നമ്മുടെ ശരീരത്തിന് കൂടുതൽ ബലം ലഭിക്കും. ഇത് പുഷപ്പുകൾ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കും. പുഷപ്പ് ചെയ്യുമ്പോൾ ശ്വാസം വിടാതെ പിടിച്ചു നിർത്താതിരിക്കുക. താഴേക്ക് പോകുമ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുക, മുകളിലേക്ക് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഊർജം നൽകും. പുഷപ്പ് ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. താഴേക്ക് സാവധാനം പോവുകയും താഴെ 1 സെക്കൻഡ് നിൽക്കുകയും എന്നിട്ട് വേഗത്തിൽ മുകളിലേക്ക് വരികയും ചെയ്യുക. ഇത് മസിലുകൾക്ക് കൂടുതൽ ബലം നൽകും. നമ്മുടെ മസിലുകൾക്ക് വളരാനും ശക്തി കൂട്ടാനും വിശ്രമം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 3-4 തവണ പുഷപ്പ് ചെയ്താൽ മാത്രം മതി. ഓരോ വർക്കൗട്ടിനും ശേഷം ഒരു ദിവസം റെസ്റ്റ് എടുക്കണം. അവസാനമായി ഇതിലെല്ലാം പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് പുഷപ്പുകൾ ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്ലാൻ ഉണ്ടാക്കി അത് സ്ഥിരമായി ചെയ്യണം. തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ചലഞ്ച് ഏറ്റെടുത്തു നോക്കൂ. ഉദാഹരണത്തിന് അടുത്ത 30 ദിവസത്തേക്ക് എല്ലാ ദിവസവും ഒരു നിശ്ചിത എണ്ണം പുഷപ്പുകൾ ചെയ്യുക. ഇത് നിങ്ങൾക്കൊരു ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്താൻ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം.